നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം പ്രശാന്ത്. പാക് അധിനിവേശ കാശ്മീർ എന്നൊക്കെ പറഞ്ഞാൽ അത് ഇന്ത്യയുടെ ഭാഗം തന്നെയാണ്, അല്ലെ? പിന്നെ പാക് പറയേണ്ട കാര്യമില്ല. അത് പാകിസ്ഥാനിലൊക്കെ പാകിസ്ഥാന്റെ കാശ്മീർ എന്ന് പറഞ്ഞാൽ തന്നെ ഇന്ത്യയുടെ ഭാഗമല്ല. അതെ, അവരും പറഞ്ഞ അങ്ങനെയല്ലേ, പാക് ഓക്കുപൈഡ് കാശ്മീർ അല്ലേ? ഇപ്പൊ റാവൽകോട്ടിൽ തിരിച്ച് ഇന്ത്യ ഓക്കുപൈഡ് കാശ്മീർ എന്ന് ആരും പറയില്ല. അതാരും പറയുന്നുമില്ല. എനിക്ക് തീർന്നില്ല. അങ്ങനെ പറയാൻ, അങ്ങനെ ഒരു പ്രചാരണം നടത്താൻ പാകിസ്ഥാൻ ശ്രമിച്ചു നോക്കി, പരാജയം. പക്ഷെ അങ്ങനെ ലോകം അത് അംഗീകരിക്കും. ബുദ്ധിയുള്ള ആരും അവിടെ ഇല്ലായിരുന്നല്ലോ. നമ്മുടെ ബലൂചിസ്ഥാൻ അറിയാലോ അല്ലേ? ബലൂചിസ്ഥാനിലെ ഏറ്റവും വലിയ പാക് ഭരണകൂട വിരുദ്ധർ അല്ലേ, ഭരണവിരുദ്ധ വികാരം ഒക്കെ ഇപ്പം റാവൽകോട്ട്, അടുത്തത് റാവൽകോട്ടിൽ ഇപ്പൊ കഴിഞ്ഞ 10-22 ദിവസമായിട്ട് വൻ പ്രക്ഷോഭമാണ്. അവിടുത്തെ ഒരു സർദാർ അമൻ ഖാൻ മനുഷ്യാവകാശ പ്രവർത്തനാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ജനങ്ങൾ തെരുവിലിറങ്ങിയിരിക്കുകയാണ്. അവർ പറയുന്നത്, ഞങ്ങൾക്ക് ഈ അസംബ്ലി അംഗീകരിക്കില്ല, പാകിസ്ഥാനിലെ സ്വേച്ഛാധിപതികളെ അംഗീകരിക്കില്ല, വേണ്ടി വന്നാൽ ഞങ്ങൾ ഇന്ത്യയെ വിളിക്കും, ഇന്ത്യയുടെ സഹായം തേടും, ഞങ്ങൾക്ക് വേണ്ടത് സ്വാതന്ത്ര്യമൊന്നുമില്ല, മനസ്സമാധാനമാണ്. വളരെ വ്യക്തമായിട്ട് പാക് സർക്കാരിന്റെ മുഖമടച്ചൊരു ഒരു പ്രഖ്യാപനമാണ്. ജനങ്ങളാണ്, അല്ലാതെ രാഷ്ട്രീയ പാർട്ടിയോ സംഘടനയോ ഒന്നുമല്ല. പ്രത്യേകിച്ച് അവിടെ പാർട്ടികളുടെ ഒന്നും ഇതല്ല. മനുഷ്യാവകാശ പ്രവർത്തകരാരൊക്കെയോ അതിനകത്ത് ഇടപെടുന്നുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഈ പാക് ഓക്യുപ്പൈഡ് കാശ്മീരിലെ ജനങ്ങൾ വലിയ അളവിൽ പ്രക്ഷോഭം പാക് സർക്കാരിനെതിരെ, പാക് പട്ടാളത്തിനെതിരെ, ഈ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് സർക്കാരിനെതിരെ, രണ്ട് പട്ടാളത്തിനെതിരെ ആണ് ഈ പ്രക്ഷോഭം നയിക്കുന്നത്. നമുക്ക് യുഎന്നിൽ പ്രതിനിധിയുണ്ട്, അവരുടെ പ്രതിനിധിയുണ്ട്, ബലൂജികളാണ്. അത് മാത്രമല്ല, ഇപ്പോൾ അവർ പറയുന്നത് എന്തെന്ന് വെച്ചാൽ, ഞങ്ങൾ പാകിസ്ഥാന്റെ ഭാഗമല്ല. ഏറ്റവും ഒടുവിൽ വന്ന അവരുടെ പ്രഖ്യാപനമാണ്, ഞങ്ങൾ പാകിസ്ഥാന്റെ ഭാഗമല്ല, ഞങ്ങൾ വാസ്തവത്തിൽ കാശ്മീരിന്റെ ഭാഗമാണ്, ഞങ്ങൾ പാകിസ്ഥാന്റെ ഭാഗമല്ല. ഇനിയും ഇവിടെ അരിയും മരുന്നും ഞങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ, അതായത് കൊടും പട്ടിണിയാണ്, അവിടെ നിന്നുള്ള എല്ലാ റിസോഴ്സസും പാകിസ്ഥാൻ കൊണ്ടുപോവുകയാണ്. വെള്ളം അവിടുന്ന് പാകിസ്ഥാനിലേക്ക് ഈ ഇതുവഴി ഈ പാക് ഓക്കുപ്പൈഡ് കാശ്മീർ വഴി ഒഴുകി വരുന്ന ജലം മുഴുവനും അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. ഈ തിരിച്ചിങ്ങോട്ട് ഇവരുടെ വിഭവങ്ങൾ, പ്രകൃതി വിഭവങ്ങളെല്ലാം ഇവിടുന്ന് എടുക്കും, പക്ഷെ തിരിച്ചിങ്ങോട്ട് കൊടുക്കുന്നത് തീവ്രവാദം, ഈ ഭീകര ക്യാമ്പുകൾ, ഭീകര പരിശീലനം, അടിച്ചമർത്തൽ, ഇവരുടെ സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയി ഉപയോഗിക്കൽ, അവരെ ചൂഷണം ചെയ്യൽ, ഇതൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ ഇനി അവർ പറയുന്നത്, ഇനി ഇത് വേണ്ട, ഞങ്ങൾക്ക് കൃത്യമായിട്ട് മരുന്നും ഭക്ഷണവും കിട്ടണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അത് കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ മറ്റു മാർഗങ്ങൾ തേടും. ഞങ്ങൾ പാകിസ്ഥാന്റെ ഭാഗമല്ല, അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ ഇപ്പോൾ ഇങ്ങനെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നതിന് പകരമായിട്ട് ഞങ്ങൾക്ക് മരുന്നും ഭക്ഷണവും തരണം. അത് തന്നില്ലെങ്കിൽ ഞങ്ങൾ മറ്റു മാർഗങ്ങൾ തേടും. അതാണ് താങ്കൾ നേരത്തെ പറഞ്ഞ ഇന്ത്യയുടെ സഹായം. അല്ല, അവര് വാസ്തവം പറഞ്ഞ അവര് കാശ്മീരിന്റെ ഭാഗമാണ്. ഇത് ഇത്രയും വഷളാക്കിയത് ആരാണ്? ജവഹർലാൽ നെഹ്റുവിന്റെ മണ്ടത്തരമാണ്. ഈ ചൈനയുമായിട്ടും പ്രവർത്തികൾ, അതെ പ്രവർത്തികളാണ്, ശരിയാണത്. ചൈനയുമായിട്ടും പാകിസ്ഥാനുമായിട്ടും മാത്രമല്ല, ഒരുപാട് കുഴപ്പങ്ങൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്തുണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, പല ദ്വീപുകളും ഇന്ന് ഈ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹത്തിൽ പെടുന്ന ചില ദ്വീപുകളൊക്കെ ഇന്ന് ചൈന കൈയടക്കി വച്ചിരിക്കുകയാണ്. അതിൻ്റെ കാരണം അന്ന് നെഹ്റു സ്വീകരിച്ച നയമാണ്, ചേരി ചേരാ നയം. ഇന്ത്യ ചൈന ബായി പറഞ്ഞ അവസാനം അവൻ കയറി മൂട്ടിലടിച്ചു ബോംബ് പൊട്ടിച്ചപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇന്ത്യ ചീനി ബായി അല്ലെന്ന്. അപ്പോൾ ഈ പാക് ഓക്യുപ്പൈഡ് കാശ്മീർ എന്ന് പറയുന്നത് മതത്തിൻ്റെ പേരിൽ വെട്ടിമുറിക്കപ്പെട്ടു. അതായത് ഇന്ത്യ തന്നെ മതത്തിൻ്റെ പേരിൽ വെട്ടിമുറിക്കപ്പെട്ടു. അതിനുശേഷം കാശ്മീർ മതത്തിൻ്റെ പേരിൽ വെട്ടിമുറിക്കപ്പെട്ടു. ഈ കാശ്മീരിലെ രാജാവ് നമ്മൾ 1947 ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യം നേടി വിവിധ ഇന്ത്യൻ യൂണിയനുകളുമായിട്ട് ചർച്ചയൊക്കെ നാട്ടുരാജ്യങ്ങളുമായിട്ട് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാൻ വേണ്ടുന്ന കരാറുകൾ ഉണ്ടാക്കുന്നു. അപ്പോൾ ഒരു വശത്ത് സർദാർ വല്ലഭായ് പട്ടേലും അദ്ദേഹത്തിൻ്റെ വലം കൈയായ മലയാളിയായ VP മേനോൻ, വാലപ്പാട്ട് പങ്കുണ്ണി മേനോൻ എന്ന VP മേനോനും നാട്ടുരാജാക്കന്മാരെ പോയി കാണുന്നു. പട്ടേലിൻ്റെ സന്ദേശവും വഹിച്ചുകൊണ്ടാണ് VP മേനോൻ എല്ലായിടത്തും ചെല്ലുന്നത്. ഇവിടെ തിരുവിതാംകൂറിലും വന്ന് രാജാവിനെ കണ്ടത് അദ്ദേഹമാണ്.
ബാലരാമവർമ്മ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവിനെ കാണുകയും അദ്ദേഹത്തോട് ഈ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അന്ന് മഹാരാജാവ് കൊടുത്ത മറുപടി, ഞാൻ ആരുമല്ല, ഞാൻ പത്മനാഭദാസനാണ്, രാജ്യം പത്മനാഭൻ്റെതാണ്, എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് ഇദ്ദേഹം ആദ്യം മറുപടി പറഞ്ഞത്. അപ്പോൾ വി പി മേനോൻ അതിന് രസകരമായ ഒരു മറുപടി കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, ആയിക്കോട്ടെ, പത്മനാഭൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു വാങ്ങിക്കൊള്ളാം, ഇപ്പോൾ എനിക്ക് അങ്ങയുടെ ഒപ്പാണ് ആവശ്യം, അത് അങ്ങ് തന്നാൽ മതി, ഞാനത് ബാക്കി പത്മനാഭനോട് ശ്രീ പത്മനാഭനോട് ഞാൻ സംസാരിച്ചു കൊള്ളാം എന്നാണ് പറഞ്ഞത്. ഈ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവ് ഏതാണ്ട് ഒരു 2-3 മിനിറ്റ് ഈ വി പി മേനോൻ്റെ മുഖത്തിങ്ങനെ നോക്കിയിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. ഒടുവിൽ അദ്ദേഹം ഒന്നും മിണ്ടാതെ, വി പി മേനോനും തിരിച്ച് അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ തന്നെ നോക്കിയിരുന്നു. ഒന്നും മിണ്ടാതെ രാജാവ് ആ പേനയെടുത്ത് ഇതിൽ ഒപ്പിടുകയായിരുന്നു, കരാറിൽ ഒപ്പിടുകയായിരുന്നു എന്നാണ് നമ്മൾ ചരിത്രത്തിൽ വായിച്ചിരിക്കുന്നതും പഠിച്ചിരിക്കുന്നതും. അപ്പോൾ അങ്ങനെ ലോകം മുഴുവൻ ഇന്ത്യ മുഴുവനുമുള്ള നാട്ടുരാജാക്കന്മാരെ കണ്ട് ഇതുപോലെ ഇന്ത്യയിലേക്ക് ലയിക്കാൻ, ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിക്കാൻ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുന്നു, ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു, നമ്മൾ ഒറ്റ രാജ്യമായിട്ട് നിൽക്കണം, കാലം മാറി, ഇതൊക്കെ പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തുകയാണ് രാജാക്കന്മാരെ. അന്ന് അതിന് എതിര് നിന്നത് ഒന്ന് ഹൈദരാബാദിലെ നൈസാമാണ്. അതെന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാം, ഞാൻ ആ ചരിത്രത്തിനകത്ത് പോകുന്നില്ല. അന്ന് പട്ടേൽ അത്ര ബുദ്ധിപൂർവ്വം പട്ടേലും വി പി മേനോനും അതിനകത്ത് ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഇന്ത്യക്ക് ഉള്ളിൽ ഒരു പാകിസ്ഥാൻ ഉണ്ടായേനെ. അന്ന് കാശ്മീരിലെ ഹരിസിംഗും ഇതുപോലെ ആദ്യം എതിർത്ത് നിന്നതാണ്. ആ എതിർത്ത് നിന്ന ഹരിസിംഗിന് അപകടം മനസ്സിലായപ്പോൾ അദ്ദേഹം ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാമെന്ന് സമ്മതിച്ചു. അതിന് ഒരു പരിധി വരെ RSSന്റെ 2ാം സർസംഘചാലക് MS ഗോൾവൽക്കർ എന്ന ഗുരുജിയുടെ ഇടപെടൽ വലിയ അളവ് വരെ സഹായിച്ചിട്ടുണ്ട്. ഗുരുജി രാജാവിനെ പലവട്ടം കാണുകയും ഹരിസിംഗിനെ കാണുകയും ചർച്ച നടത്തുകയും അദ്ദേഹത്തോട് ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അതാണ് കാശ്മീരിനും അങ്ങയുടെയും കാശ്മീരിൻ്റെയും ഭാവിക്ക് നല്ലത് അതാണ് എന്ന് ഗുരുജി ന്യായവാദങ്ങളൊക്കെ നിരത്തി സമർത്ഥമായിട്ട് അദ്ദേഹത്തെ ബോധിപ്പിച്ചു. ആ ഗുരുജിയുടെ വാക്കുകളാണ് അദ്ദേഹത്തെ സത്യത്തിൽ സ്വാധീനിച്ചത്. ഇതൊക്കെ ഇന്നിപ്പോൾ ആരും സമ്മതിക്കില്ല. ഇന്നിപ്പോൾ ആൾക്കാർ പറയും, അങ്ങനെയൊന്നും ഒരു ഗുരുജിയും വിചാരിച്ചിട്ടല്ല, ഞങ്ങളുടെ നെഹ്റു വിചാരിച്ചത് കൊണ്ടാണ് എന്ന് പറഞ്ഞു വരും. ചരിത്രം എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. സത്യത്തെ ഒരിക്കലും നിഷേധിക്കാൻ കഴിയില്ല. എന്തായാലും അങ്ങനെ രാജാവ് ലയിക്കാൻ തീരുമാനിക്കുന്നതിന് തൊട്ട് മുമ്പ് ഈ പാകിസ്ഥാനിലെ കുറേ അവിടുത്തെ ഗറില്ല ഫോഴ്സ്, അതായത് വേഷം കെട്ടിയ പട്ടാളക്കാർ, നാട്ടുകാരുടെ വേഷം ധരിച്ച ഈ റസാക്കർമാർ എന്നൊക്കെ പറയുന്ന ഈ സ്വകാര്യ ഗുണ്ട പോലീസുണ്ട്. ഈ നൈസാമിനും ഈ പറഞ്ഞതുപോലെ പാകിസ്ഥാനിലെ അന്നത്തെ സ്വാതന്ത്ര്യം നേടി കഴിഞ്ഞ ഉടൻ തന്നെ പാകിസ്ഥാൻ ആദ്യം ചെയ്തത് ഈ മിലിറ്ററിക്ക് ഒപ്പം സ്വകാര്യ ഗുണ്ട ടീമിനെ ഉണ്ടാക്കിയെടുത്തു. ഇവരെല്ലാവരും ചേർന്ന് കാശ്മീർ ആക്രമിക്കുകയും കാശ്മീർ രാജാവിനെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അങ്ങനെ കടന്നു കയറി കുറേ ഭാഗത്ത് അവർ പിടിച്ചെടുത്തു. ആ പിടിച്ചെടുത്തതാണ് പിന്നീട് POK, പാക് അധീന കാശ്മീർ. അത് അന്ന് തന്നെ നമ്മൾ മിലിറ്ററി ആക്ഷനിലൂടെ ഇവരെ തുരത്തി തിരിച്ചു. ഇവരുടെ കയ്യിൽ വലിയ ആയുധങ്ങളൊന്നുമില്ല. പട്ടാളം ഇറങ്ങി അവിടെ അതൊക്കെ തന്നെ വലിയ കഥയാണ്. ആ ചരിത്രമൊന്നും പറഞ്ഞാൽ ഇപ്പോൾ തീരില്ല. അതിന് RSS വഹിച്ച പങ്ക് എന്താണ് എന്നൊക്കെ ഉള്ളത് ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഈ വിമാനത്താവളം, കാശ്മീരിലെ വിമാനത്താവളം നശിപ്പിക്കാൻ ഇവർ ശ്രമിച്ചു. അതിനെ ചെറുത്തത് RSS ആണ്. അതെങ്ങനെയാണെന്നൊക്കെ ഉള്ളത് വലിയ ചരിത്രമാണ്. അത് പോട്ടെ, ഞാനിപ്പോൾ അത് പറഞ്ഞാൽ തീരില്ല. അങ്ങനെ നമ്മുടെ പട്ടാളം അവിടെ ചെന്ന് ഇവരെ POKയിൽ നിന്ന് തുരത്തി ഓടിക്കാമായിരുന്നു. പക്ഷേ എന്ത് ചെയ്തു? നെഹ്റു ഈ വിഷയം ഉടനെ കൊണ്ട് UN വെച്ചു കൊടുത്തു. ഈ നെഹ്റു അവിടെ നമ്മൾ ഏതുവരെ പട്ടാളം എത്തിയോ അവിടെ വെച്ചൊരു നിയന്ത്രണ രേഖ ഉണ്ടാക്കി, ലൈൻ ഓഫ് കൺട്രോൾ. അതൊരു അതിർത്തിയല്ല, നമ്മുടെ ബോർഡർ ലൈൻ അല്ല, പകരം അതൊരു ലൈൻ ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞൊരു നിയന്ത്രണ രേഖ ഉണ്ടാക്കി. നിയന്ത്രണ രേഖയ്ക്ക് അപ്പുറത്ത് നമ്മുടെ തന്നെ ഭൂമിയാണ് ഈ POK. ഇന്ന് ഏതാണ്ട് അവിടെ ഒരു 90 ലക്ഷം ജനങ്ങൾ വസിക്കുന്നുണ്ടെന്ന് പറയുന്നു. പക്ഷേ കണക്കനുസരിച്ച് ഏതാണ്ട് ഒരു 70 ലക്ഷത്തോളം ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ POK പോലെ തന്നെ മറ്റൊരു പ്രശ്നബാധിത പ്രദേശമാണ് ഗിൽജിത് ബാൾട്ടിസ്ഥാൻ. ഈ POKയും ഗിൽജിത് ബാൾട്ടിസ്ഥാനും ഒക്കെ സത്യത്തിൽ നമ്മുടെ ഭൂമിയാണ്, നമ്മുടെ ഭാരതത്തിന് അവകാശപ്പെട്ടതാണ്. ഗിൽജിത് ബാൾട്ടിസ്ഥാനിലും വലിയ പ്രക്ഷോഭം നടക്കുന്നുണ്ട്. ഇവിടെ എല്ലാം ഈ ചൈനയ്ക്ക് വലിയ പങ്കുണ്ട് ഇതിനകത്തെല്ലാം. കാരണം എന്താണെന്ന് വെച്ചാൽ ചൈനയുടെ CPEC, ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ, ഇത് കടന്നു പോകുന്നത് POKയിലൂടെയാണ് കുറേ ദൂരം. അങ്ങനെ ഇത് അവർക്ക് കറാച്ചി തുറമുഖവും അതുപോലെ ഗദ്വാർ തുറമുഖം, ഇങ്ങനെ പല തുറമുഖങ്ങളിലേക്ക് ചൈനയ്ക്ക് പോകണം.
ഇതിന് ഈ എക്സ്പ്രസ് വേ ഇതിലൂടെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ POK ഇന്ത്യ തിരിച്ചു പിടിച്ചാൽ എന്ത് ചെയ്യും? വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ വളഞ്ഞു ചുറ്റി പോകേണ്ടി വരും. അതത്ര എളുപ്പമല്ല. അതിന് ഒരുപാട് സാങ്കേതിക പാരിസ്ഥിതിക ബംഗ്ലാദേശ് വഴി പാകിസ്ഥാനിലേക്കാണ് അല്ല, ചൈനയിൽ നിന്ന് നേരെ പാകിസ്ഥാനിലേക്ക് കടന്ന് പാകിസ്ഥാൻ വഴി POKയിലേക്ക് കടന്ന് POK വഴി പാകിസ്ഥാനിലേക്ക് പോവാണ്. ഇന്ത്യയുമായിട്ട് നല്ല ബന്ധത്തിലാണെങ്കിൽ ആ റോഡ് ഉപയോഗിക്കുന്നതിന് ഇന്ത്യ അനുവദിക്കും. ഇന്ത്യക്ക് അങ്ങനെ ചൈനയുടെ വികസന നയത്തെയോ ചൈനയുടെ കച്ചവടത്തെയോ ഒന്നും ഹനിക്കണം എന്ന് ചൈനയ്ക്ക് ഈ പറഞ്ഞ ഈ POKക്കകത്ത് അവരുടെ ആ കോറിഡോർ ഉണ്ടാക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അല്ല, അത് പണി പൂർത്തിയാക്കിയിട്ടില്ല. അല്ല, കാരണം ജീവനക്കാര് ആര് വന്നാലും അവിടെ വെടി അല്ലെങ്കിൽ അത് ബലൂചിസ്ഥാനിലാണ്. അതുകൊണ്ട് തന്നെ മുടങ്ങി കിടക്കുക. ഈ POKയിലും പാകിസ്ഥാനിലും ഒക്കെ ഇവർ ഏതാണ്ട് പണി പൂർത്തിയാക്കി. പക്ഷെ ബലൂചിസ്ഥാനിൽ അവർക്ക് വിചാരിച്ചതുപോലെ പണി അതിലേക്ക് ചൈന കയറാൻ പറ്റത്തില്ല. ഇത് പാകിസ്ഥാന് വേണ്ടിയുള്ള മറ്റൊരു രാജ്യത്തിനകത്തുള്ള റോഡായി മാറും. ഇതിപ്പോ അതെ, ചൈനയ്ക്ക് തുറമുഖത്തേക്ക് എത്താൻ പറ്റില്ല. ചൈന മുകളിൽ നിന്ന് താഴേക്കാണ് വരുന്നത്. അപ്പൊ തുറമുഖത്തേക്ക് എത്തണമെങ്കിൽ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി, ബലൂചിസ്ഥാൻ വിമോചന പോരാളികൾ അവര് ഇത് അനുവദിക്കണം. അവർ എന്ത് ചെയ്താലും അവരിത് അനുവദിക്കില്ല. പാക് സർക്കാരിനെ നിലം തൊടിയിക്കുന്നില്ല. അപ്പോൾ മാത്രമല്ല, അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ചൈനയുടെ എഞ്ചിനീയർമാരെ തട്ടിക്കൊണ്ടുപോവുക, അവരെ കൊലപ്പെടുത്തുക, അവരെ വെച്ച് വിലപേശുക, മറ്റേ ഇത് മോചനദ്രവ്യം ആവശ്യപ്പെടുക, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കുഴപ്പങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ വലിയ രീതിയിൽ ധാതു സമ്പത്തുകളുണ്ട്. ഈ ധാതു സമ്പത്തുകൾ കൊള്ളയടിക്കുന്നതല്ലാതെ പാക് സർക്കാർ POKയിൽ ചെയ്യുന്നത് പോലെ തന്നെ അവിടെയും അവർക്ക് യാതൊരു തരത്തിലുള്ള ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാനും അവരുടെ സ്വൈര ജീവിതം ഉറപ്പുവരുത്താനും വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. കാരണം എന്താണ്? പാകിസ്ഥാൻ ഭരിക്കുന്നത് പട്ടാളമാണ്. അവിടെ രണ്ട് കാര്യങ്ങളാണുള്ളത്, പട്ടിണി പ്ലസ് പട്ടാളം. ഈ പട്ടിണിയും പട്ടാളവും ചേർന്നാണ് അവിടെ ഈ ഭീകരവാദം, ഈ മതഭീകരവാദം അവിടെ വളർത്തിയിരിക്കുന്നത്. അതിനെ ഈ പറഞ്ഞതുപോലെ അതിന് മരുന്ന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ, ചികിത്സിച്ച് ഭേദമാക്കുക എന്ന് പറഞ്ഞാൽ വലിയ പണിയാണ്. അത് ഇനിയിപ്പോൾ ചെയ്യേണ്ടത് മൊത്തത്തിൽ ആക്രമിച്ച് കീഴടക്കിയിട്ട് അതിനെ ഈ പറഞ്ഞതുപോലെ പുതിയ ഭരണഘടനയൊക്കെ കൊണ്ടുവന്ന് പുതിയൊരു സംവിധാനത്തിലേക്ക് പോകണം. ഈ പറയുന്ന ഈ മതഭീകരത വളർത്തുന്ന നഴ്സറികൾ തൊട്ട് കലാലയങ്ങൾ വരെയുള്ള സകല സംവിധാനത്തെയും തച്ചുടയ്ക്കണം. അതൊക്കെയാണ് ചെയ്യേണ്ടത്. അത് പോട്ടെ, അതിപ്പോൾ നമ്മൾ തലയിടേണ്ട കാര്യമല്ല. എങ്കിലും ഈ പറഞ്ഞതുപോലെ POK നമുക്കും POKയ്ക്കും തമ്മിൽ ഇന്നൊരു തടസ്സമായിട്ട് നിൽക്കുന്നത് പാകിസ്ഥാനേക്കാൾ കൂടുതൽ ഈ ചൈനയുടെ എക്സ്പ്രസ് വേ ആണ്. ഈ ചൈന CPEC എന്ന് പറയുന്ന ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ, അതിൻ്റെ കുറേ ഭാഗങ്ങൾ ഇപ്പോൾ POKയിലൂടെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. അവിടെയാണ് നമുക്ക് പ്രശ്നം. നമ്മളിതിനെ ഇവിടുത്തെ ആൾക്കാർ നമ്മുടെ കൂടെ ചേരാൻ തയ്യാറായിട്ട് വരുമ്പോഴും നമുക്ക് പെട്ടെന്ന് നമ്മൾ വാതിലുകളൊക്കെ തുറന്നിട്ടിരിക്കുകയാണ്. നമ്മളൊരിക്കലും വാതിലുകൾ അടച്ചിരിക്കുകയല്ല, വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണ്. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇവരുടെ അടുത്ത് ഒരു യെസ് ഓർ നോ പറയണതിന് മുമ്പ് നമ്മൾ 10 വട്ടം ചിന്തിക്കണം. അങ്ങനെ ചൈനയുടെ കോറിഡോർ ഇതുവഴി കടന്നു പോകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ഇക്കാര്യത്തിൽ വളരെ ജാഗ്രതയോടെ പ്രതികരിക്കുന്നത്. ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഈ POKയിലെ പ്രക്ഷോഭങ്ങൾക്കെതിരെ ഇതുവരെ സ്റ്റേറ്റ്മെൻ്റ് ഒന്നും വന്നിട്ടില്ല. പക്ഷേ നമ്മൾ 1994 മുതൽ നമ്മൾ പാർലമെൻറ്റിൽ പറഞ്ഞതാണ്, 94 പറഞ്ഞതാണ്, അസന്നിഗ്ധമായിട്ട് POK എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭാഗമാണ്. അത് വേറൊരു രാജ്യത്തിനും അവകാശപ്പെടാൻ കഴിയില്ല. അത് എത്രയും പെട്ടെന്ന് മര്യാദയ്ക്ക് അതിങ്ങ് തിരിച്ചു തരുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഇപ്പോൾ എത്ര 30 വർഷമായി അല്ലേ? 32 വർഷമായി നമ്മളിപ്പോഴും സംയമനത്തിൻ്റെ മാർഗമാണ് സ്വീകരിക്കുന്നത്. തിരിച്ചായിരുന്നെങ്കിലോ എന്തായിരുന്നതിന് സ്ഥിതി? അപ്പോൾ ഇതുപോലെ തന്നെയാണ് അക്സായി ചിൻ ചൈന പിടിച്ചു വെച്ചിരിക്കുന്നത്. ഈ അക്സായി ചിന്നും ഇവരുടെ ഈ കോറിഡോറിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇതൊക്കെ സത്യത്തിൽ ഇന്ത്യ തിരിച്ചു പിടിച്ചാൽ ചൈനയ്ക്കും പൂട്ടിട്ടു, പാകിസ്ഥാനും പൂട്ടിട്ടു. പാകിസ്ഥാനെ പൂട്ടാനൊന്നുമില്ല, അറിയാമല്ലോ അവിടെ എന്താണുള്ളതെന്ന്. പക്ഷെ ചൈനയ്ക്ക് അത് വലിയ തിരിച്ചടിയാണ്. അതുകൊണ്ട് തന്നെ ചൈന ഈ കാര്യങ്ങളൊന്നും സംഭവിക്കാതിരിക്കാൻ, അതായത് POKയിലെ ജനങ്ങൾ POK അപ്പാടെ ഭാരതത്തിൽ ചേരാതിരിക്കാൻ, അക്സായി ചിൻ ഇന്ത്യ വീണ്ടെടുക്കാതിരിക്കാൻ ഒക്കെ അവരുപയോഗിക്കുന്നത് പാകിസ്ഥാനാണ്. അവർക്ക് നേരിട്ട് വന്ന് യുദ്ധം ചെയ്യാനോ നേരിട്ട് ഭാരതത്തോട് ഏറ്റുമുട്ടാനോ സംഘർഷം ഉണ്ടാക്കാനോ ഒന്നും അവർക്ക് താല്പര്യമില്ല. പകരം അവർ ചെയ്യുന്നത് പാകിസ്ഥാനെ സ്ക്രൂ ചെയ്യും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ്റെ ഒരു മന്ത്രി പിന്നെ മുസാദിഖ് മാലിക് അയാൾ പറയുന്നത് ഈ ചൈനയുടെ പിന്തുണയാണ് അതിന് കാരണം. അയാൾ പറയുന്നത് വെള്ളം തന്നില്ലെങ്കിൽ
ഞങ്ങളുടെ വെള്ളം തടയുന്ന കരങ്ങൾ ഏതാണോ ആ കരങ്ങൾ വെട്ടിമാറ്റും. എന്ന് വെച്ചാൽ നരേന്ദ്രമോദിയുടെ കൈകൾ വെട്ടിമാറ്റും. മോദിയാണല്ലോ പറഞ്ഞത് ചോരയും വെള്ളവും ഒരുമിച്ച് ഒഴുകില്ല, ഞങ്ങൾ ട്രീറ്റി റദ്ദ് ചെയ്തിരിക്കുന്നു സിന്ദൂറിന്റെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത്. ഇനി അതും പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ട. മാത്രമല്ല ഇവിടെ കൃത്യമായിട്ട് അണക്കെട്ടുകളൊക്കെ നിർമ്മാണം ആരംഭിച്ചു. ഇവിടുന്ന് വെള്ളം തിരിച്ചുവിടാൻ പുതിയ കനാലുകൾ ഉണ്ടാക്കുന്നു. നമുക്ക് തന്നെ രാജസ്ഥാനിൽ അടക്കമുള്ളിടത്ത് വെള്ളത്തിന് വലിയ ഷോർട്ടേജ് ഉണ്ട് അല്ലെ. പഞ്ചാബിലേക്ക് കൊടുത്തോണ്ടിരിക്കുകയാണ്. എന്നിട്ട് തിരിച്ചു കിട്ടുന്നത് നമ്മുടെ അതെ പഞ്ചാബ്, സിന്ധ് ഇവിടങ്ങളിലെല്ലാം ഈ വെള്ളം ചെന്നിട്ടാണ് കൃഷി ചെയ്യുന്നത്. അപ്പോൾ തിരിച്ചു നമുക്ക് തരുന്നതോ ഭീകരവാദമാണ് ഇങ്ങോട്ട് കയറ്റിവിടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യ ഈ കാര്യത്തിൽ വളരെ ജാഗ്രതയോടെയാണ് ഇതിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവിടുത്തെ ഈ ആ POKയിലെ ജനങ്ങളുടെ ആ ഒരു ആവശ്യം ന്യൂഡൽഹി കേട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും. കാരണം ഇനി എത്ര കാലം ന്യൂഡൽഹിക്ക് ഇത് നിശബ്ദമായിരിക്കാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷേ അതൊരു ചോദ്യം, അത് ശരിയുമല്ല. ഒരു ജനത മുഴുവൻ ആവശ്യപ്പെടുമ്പോഴും ഞങ്ങൾക്ക് ഇതിൽ പങ്കില്ല എന്ന് പറഞ്ഞ് ഭാരതം ഇനിയും മിണ്ടാതിരിക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ 94 പറഞ്ഞതാണല്ലോ ഇത് നമ്മുടേതാണ്. അവരിപ്പോഴും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ജനവിധി എന്തായാലും ഇന്ത്യക്ക് ഭാരതത്തിന് അനുകൂലമായിരിക്കും. POK അല്ല, അത് കാശ്മീർ തന്നെ. കാരണം അതും കൂടി ഉണ്ട് രാജേഷ് ജി. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അവരവിടെ നിന്ന് നോക്കുമ്പോൾ ഇപ്പുറത്ത് സമ്പൽ സമൃദ്ധമാണ്. പിന്നെ പുതിയ റെയിൽപാതകൾ വരുന്നു, ട്രെയിൻ ഓടുന്നു കാശ്മീരിലേക്ക്, പുതിയ എക്സ്പ്രസ് വേകൾ വരുന്നു, ആപ്പിൾ കൃഷി പൊടിക്കുന്നു. അവിടുത്തെ ആൾക്കാരുടെ അതായത് ഇവരുടെ തന്നെ ബന്ധുക്കള് കാശ്മീരിലുണ്ട്, നമ്മുടെ ഇന്ത്യയുടെ ജമ്മു കാശ്മീരിലുണ്ട്. അപ്പൊ ഇവര് നോക്കുമ്പോൾ അവന്റെ പോക്കറ്റ് നിറയെ പണമാണ്. കാരണം എന്താ, ഒന്ന് ആപ്പിൾ കൃഷി പുനരാരംഭിച്ചു, അവനിപ്പോൾ പഴയതുപോലെ പട്ടാളത്തെയോ പോലീസിനെയോ കല്ലെറിയാൻ പോകുന്നില്ല. രണ്ടാമത്തെ കാര്യം, അവർക്ക് ടൂറിസം അവിടെ വലിയ വരുമാനം, എത്രയോ ലക്ഷം കോടി രൂപയുടെ വരുമാനം ഭാവിയിൽ ഉണ്ടാകുമെന്നുള്ള കുങ്കുമപ്പൂ. ഇങ്ങനെ അവിടെ കാശ്മീർ ആകെ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് അപ്പുറത്ത് നോക്കുമ്പോൾ ഇതേ ഭൂപ്രകൃതി രാജേഷിന്റെ എന്റെ വീട് അടുത്തടുത്താണ്. ഞാൻ എന്റെ വീട്ടിൽ നിന്ന് രാവിലെ ഉറക്കോണിട്ട് നോക്കുമ്പോൾ അപ്പുറത്ത് രാജേഷിന്റെ വീട്ടിൽ രാജേഷിന്റെ മകനും മകളും ഒക്കെ നല്ല ഒന്നാം തരം പാല് കുടിക്കുന്നു. അവർ രാവിലെ നല്ല കുളിച്ച് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് സ്കൂളിൽ പോകുന്നു. അപ്പൊ എന്റെ മക്കൾക്കും കാണുമ്പോൾ ആഗ്രഹം വരും. ആ വഴി നടപ്പാതെ ഇപ്പുറത്ത് അതെ ഒരു വേലിക്ക് ഇപ്പുറത്ത് നിൽക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും മനുഷ്യരല്ലേ, അവർക്ക് ഇത് ആഗ്രഹം. അത് ഒരേ താഴ്വരയാണ് കാശ്മീർ എന്ന് പറഞ്ഞാൽ, ഒരേ ഒരേ DNA, ഒരേ ക്രോമസോം, എല്ലാം ഒരേ ജീന്, എല്ലാം ഒന്നാണ്. ആകെ സംഭവിച്ചത് ഈ പറഞ്ഞതുപോലെ പാകിസ്ഥാൻ കുത്തിത്തിരിപ്പ് കൊണ്ട് ആയിപ്പോയി. പാകിസ്ഥാനിലല്ല, വാസ്തവത്തിൽ പാകിസ്ഥാനും ഇന്ത്യക്കും ഇടയിൽ ഒരു പ്രത്യേക ഒരു ഭാഗമായിട്ട്, ഭൂവിഭാഗമായിട്ട് ഇവർക്ക് നിലകൊള്ളേണ്ടി വന്നു. അതിന് തോന്നിവാസം കാണിച്ചത് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് എന്നുകൂടി പറയാതിരിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ ഈ എന്താ പറയുക മണ്ടത്തരം, അദ്ദേഹത്തിൻ്റെ ഒരു എടുത്തുചാട്ടം ആണ് ഈ POK എന്ന് പറയുന്ന ഒരു ഭൂപ്രദേശം സൃഷ്ടിച്ചത്. ഇല്ലായിരുന്നെങ്കിൽ ഈ ഒരു കാരണവശാലും അത് ഉണ്ടാകില്ലായിരുന്നു. നമ്മുടെ പട്ടാളം ഇവരെ ഇവിടുന്ന് തുരത്തി ഓടിച്ച് ആ POK മുഴുവനും നമ്മൾ തിരിച്ചു സമയമായി തോന്നുന്നു. ജനങ്ങൾ ഇങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അത് POK തിരിച്ചു പിടിക്കാനുള്ള സമയമായിക്കൊണ്ടിരിക്കുന്നു. അതിന് മുന്നോടിയായിട്ട് എനിക്ക് തോന്നുന്നു ആദ്യം ഗിൽജിത് ബാൾട്ടിസ്ഥാൻ ആയിരിക്കും ഇന്ത്യ തിരിച്ചു പിടിക്കുക. ഈ ഗിൽജിത് ബാൾട്ടിസ്ഥാൻ ഏതാണ്ട് പാകിസ്ഥാൻ കൈയെടുത്തു. ഈ പറഞ്ഞതുപോലെ ഗിൽജിത് ബാൾട്ടിസ്ഥാൻ വന്നു കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഡയറക്റ്റ് ആയിട്ട് അഫ്ഗാനുമായിട്ട് നേരിട്ട് ബന്ധപ്പെടാൻ സാധിക്കും. അങ്ങനെ ഒരു സാഹചര്യം അതിനകത്ത്. ഇന്ത്യ അഫ്ഗാനിലേക്ക് അന്ന് അവിടെ ഈ ഭൂകമ്പം വന്നപ്പോഴൊക്കെ അവർക്ക് ഗോതമ്പൊക്കെ കൊടുത്തുവിട്ട് അവസാനം അഫ്ഗാനെ കൊണ്ട് പാകിസ്ഥാനിൽ സമ്മതം ചെലുത്തി പാകിസ്ഥാൻ റോഡ് തുറന്നിട്ടാണ്, അതിർത്തി തുറന്നാണ് ഇന്ത്യ കുറച്ചുകൂടെ ഇന്ത്യ അഫ്ഗാനുമായിട്ടുള്ള ബന്ധം കുറെ കൂടെ ഊഷ്മളമാകാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇതിൻ്റെ ഇടയിൽ ചൈനയുടെ കൈകടത്തൽ ഉണ്ടാകാതിരുന്നാൽ, ചൈന ഇക്കാര്യത്തിൽ വലിയ ആവേശമൊന്നും കാണിക്കാതെ അത് ന്യായമായത് എന്തോ അത് നടക്കട്ടെ എന്നുള്ള ഒരു മട്ടിൽ ചൈന അത് ചെയ്യില്ല. അങ്ങനെ ചൈന മിണ്ടാതിരുന്നാൽ ഈ POK കാശ്മീരിലേക്കുള്ള മടങ്ങി വരവ് വളരെ വേഗത്തിലാകും. ഇല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ അതിനകത്ത് ചൈനയുടെ കുത്തിത്തിരിപ്പ് കൊണ്ട് ഇത് വീണ്ടും വൈകാൻ സാധ്യതയുണ്ട്. പക്ഷെ ആത്യന്തികമായിട്ട് ഇവർക്ക് വേറെ വഴിയില്ല. അതായത് POKയിലെ ജനങ്ങൾ ഇനിയും അടങ്ങിയിരിക്കില്ല. അവരതിശക്തമായ പ്രക്ഷോഭം, ഇപ്പോൾ ഏതാണ്ട് ഒരു മാസത്തിനടുത്താകുന്നു, 23-24 ദിവസമാകുന്നു ഈ പ്രക്ഷോഭം ആരംഭിച്ചിട്ട്. ഓരോ ദിവസവും പ്രക്ഷോഭം വഷളാകുന്നതേ ഉള്ളൂ. ആ പ്രക്ഷോഭം ഒരു തരത്തിലും തണുക്കുന്നില്ല. അത് ഇവർക്ക് പാകിസ്ഥാനും മനസ്സിലായിട്ടുണ്ട്. POKയിലെ ജനങ്ങളെ വെടിവെച്ചും തല്ലിയും ഒന്നും കൊല്ലുന്ന തീർക്കാൻ പറ്റുന്നതല്ല ഈ വിഷയം എന്ന് അവർ ഏതാണ്ട് തിരിച്ചറിഞ്ഞിരിക്കുന്നു. ബാക്കി കാര്യങ്ങൾ നമുക്ക്